ഉത്തരേന്ത്യയിലേക്ക് ക്രിസ്ത്യൻ മതപരിവർത്തന റാക്കറ്റ് വളരെയധികം സജീവമാണ്. അതായത് ഈ കേരളത്തിൽ നമ്മൾ കാണുന്ന ഈ വലിയ സഭകളൊന്നുമല്ല, മറിച്ച് ഈ ഇവാഞ്ചലിസ്റ്റിക് ആയിട്ടുള്ള പല ടീമുകളുമുണ്ട്. അതായത് ഒരു കൊച്ചു മുറിക്കകത്ത് തന്നെ ഈ പ്രാർത്ഥന എന്ന് പറഞ്ഞ് പല കാര്യങ്ങളും നടത്തുന്ന ചെറിയ ചെറിയ ടീമുകളുണ്ട്. അവരുടെ പ്രധാനപ്പെട്ട പണി എന്ന് പറയുന്നത് മതപരിവർത്തനം എന്നുള്ളതാണ്. നമ്മൾ ഈ 2014 മുമ്പ് ഋഷികേശിൽ ചെന്ന് നിന്നുകൊണ്ട് കേരളത്തിലെ ഒരു പാസ്റ്ററെന്നോ ബ്രദറോ അങ്ങനെ എന്തോ ആണ് പറയുന്നത്. അപ്പോൾ ഈ ഒരാൾ ഋഷികേശിൻ്റെ ഭൂമിയിൽ നിന്നുകൊണ്ട് ഋഷികേശ് കാണുമ്പോൾ എനിക്ക് വിഷമം തോന്നുന്നു, സാത്താൻ്റെ ഭൂമിയായി ഇത് മാറി, ഈ ഋഷികേശ് നമുക്ക് തിരികെ പിടിക്കണം എന്നൊക്കെ പറഞ്ഞ് വലിയ പ്രസ്താവന നടത്തുന്നത് കണ്ടു. അതിനുശേഷം അത് കേസായി, വലിയ ബഹളമായി, അങ്ങനെ സംഭവങ്ങളൊക്കെയായി. നമ്മുടെ കേരളത്തിൽ തന്നെ നമ്മുടെ ദേശീയ പതാകയെ അപമാനിച്ചു എന്ന് പറഞ്ഞ ഒരു കേസ് ഒരു പാസ്റ്റർക്കെതിരെ വന്നിട്ടുണ്ട്. അതായത് ദേശീയ പതാകയിലെ ഈ പച്ച എന്ന് പറയുന്നത് മുസ്ലിങ്ങളും ഈ ചുവപ്പ് എന്ന് പറയുന്നത് ഹിന്ദുക്കളും നടുക്കുള്ള വെള്ള അത് ക്രിസ്ത്യാനികളുമാണ്. എന്നാൽ ഈ ക്രിസ്ത്യാനികൾ സമാധാനമാണ്, ഇവർക്ക് രണ്ടുപേർക്കും സമാധാനം വരണമെങ്കിൽ വെള്ളയിലേക്ക് വരണം, അശോക ചക്രം അത് നമുക്കുള്ളതാണ് എന്നൊക്കെ പറയുന്ന ഒരു മണ്ടൻ പ്രസ്താവനയൊക്കെ ഇറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഈ ഉത്തർപ്രദേശിൽ ഇത് വ്യാപകമാണ്. ഇപ്പോഴിത് ഉത്തർപ്രദേശിൽ ഒരു ക്രിസ്ത്യൻ മതപരിവർത്തന റാക്കറ്റിനെ പിടികൂടിയിരിക്കുകയാണ് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. ഒക്ടോബർ 18 ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജ് ജില്ലയിലെ ഫുൽപൂർ പോലീസ് ഹരിഭൻപൂർ ഗ്രാമത്തിൽ നടന്ന മതപരിവർത്തന റാക്കറ്റുമായി ബന്ധപ്പെട്ട് 3 പ്രതികളെയാണ് അറസ്റ്റ് ചെയ്തത്. ഈ കേസിലെ 4ാമത്തെ പ്രതി ഓടിക്കളഞ്ഞു എന്നുള്ളതാണ് വേറൊരു കാര്യം. അയാളിപ്പോൾ പോലീസ് തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അയാളെ പിടികൂടാൻ അന്വേഷണം ആരംഭിച്ചു. ബജ്രംഗ് ദൾ, വിശ്വ ഹിന്ദു പരിഷത്ത് ജില്ലാ സഹ കൺവീനർ ശാന്തനു തിവാരി നൽകിയ പരാതിയെ തുടർന്നാണ് അറസ്റ്റ് നടന്നത് എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നു. പ്രാർത്ഥനാ യോഗത്തിൻ്റെ പേരിൽ മതപരിവർത്തനം നടക്കുന്നതായി ശാന്തനു തൻ്റെ പരാതിയിൽ പോലീസിനെ അറിയിച്ചു. വിശദാംശങ്ങൾ സ്ഥിരീകരിച്ച ശേഷം പോലീസ് 3 വ്യക്തികളെ അറസ്റ്റ് ചെയ്യുകയും വിഷയത്തിൽ നിയമ നടപടി സ്വീകരിക്കുകയും ചെയ്തു. കേസിലെ എഫ്ഐആറിൻ്റെ പകർപ്പ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. രഘുനാഥ്പൂർ ഗ്രാമത്തിലെ ക്രിസ്ത്യൻ മിഷണറിമാർ നടത്തുന്ന മതപരിവർത്തന പ്രവർത്തനങ്ങളെക്കുറിച്ച് ദിവസങ്ങളായി കേട്ടുവരുന്നതായി ശാന്തനു ഫുൽപൂർ പോലീസ് സ്റ്റേഷനിൽ രേഖാമൂലം പരാതി നൽകിയിട്ടുണ്ട്. ഒക്ടോബർ 18 രാവിലെ 10:40 ഗ്രാമത്തിൽ അത്തരമൊരു യോഗം നടക്കുന്നതായി വിവരം ലഭിച്ചു. തുടർന്ന് ഒരു സമുദായ ചർച്ചായോഗം എന്ന പേരിൽ മതസമ്മേളനം നടക്കുന്നുണ്ടെന്നാണ് അറിയാൻ സാധിച്ചത്. അവിടെ ചെന്ന് നോക്കിയപ്പോൾ മതപരിവർത്തനം അടക്കമുള്ള കാര്യങ്ങളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ് പോലീസിനെ അവിടേക്ക് വിളിച്ചു വരുത്തി ഈ സംഘത്തെ കുടുക്കുന്നത് എന്ന റിപ്പോർട്ട് പുറത്തു വന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസിൻ്റെ മലയാളം.